പോലെ വീടുകൾക്കൊന്നും ഇപ്പോൾ സ്റ്റീലിൻ്റെ വർക്കുകളൊന്നും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ നമ്മളെ ഇരുമ്പിൻ്റെ വർക്കാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡിസൈൻ ഒരു 1 ഇയറിൻ്റെ മുമ്പ് ചെയ്തിരുന്നു. ആ ചെയ്തത് കണ്ടിട്ട് അവരുടെ ഒരു റിലേഷനിലാണ് ഇപ്പോൾ ഈ വർക്ക് ചെയ്യുന്നത്. നമ്മൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പ് പറഞ്ഞാൽ 2ക്ക് 2 പൈപ്പ്, അതുപോലെ 3/4ക്ക് 3/4, അതുപോലെ സ്റ്റീലിൻ്റെ കവറിങ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസൈന് ചെയ്യുമ്പോൾ ഒരുപാട് ടൈമിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു ദിവസം സ്റ്റെയർ കേസ് ചെയ്യേണ്ടത് 2 ദിവസത്തെ വർക്കാണ്. അത്രയും ടൈമിങ്ങും കാര്യങ്ങളും വന്നിട്ട് ഉള്ള ഒരു വർക്കാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്യാവശ്യം ലേബറും കാര്യങ്ങളും കണക്കൂട്ടി, അതുപോലെ ഇതിൻ്റെ എമൗണ്ട് കണക്കൂട്ടുമ്പോൾ അത്യാവശ്യം ഒരു എമൗണ്ട് വരുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള ഡിസൈൻ ചെയ്യണമെങ്കിൽ ഇത്തിരി ക്ഷമയും അതുപോലെ തന്നെ ടൈമിങ്ങും ഉണ്ട്. ആ ടൈമിങ് കാരണം കൊണ്ടാണ് നമ്മൾ അത് വർക്കേഴ്സിന് ഇത്തിരി ലേബർ കൂടുമ്പോൾ നമുക്ക് അതിൻ്റേതായ എമൗണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കത് മുതലാവില്ല. അതാണ് മെയിൻ പ്രശ്നം. കാരണം സാധാരണ ഒരു സ്റ്റെയറൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് തീരും. പക്ഷേ ഈ സ്റ്റെയർ അങ്ങനെയല്ല. എന്തായാലും ഒരു 2 ദിവസത്തെ വർക്ക് നമുക്ക് ഒരു സ്റ്റെയറിൽ വരും. അത് ഫിനിഷ് ചെയ്ത് അതുപോലെ തന്നെ ഒരു സൈഡ് പുട്ടിയിട്ട് ഫിനിഷ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ടൈമിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് 2 ദിവസം ആകുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ ഫിനിഷിങ് എന്ന് പറയുന്നത് ഒരു വെൽഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെൽഡിങ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഗ്രൈൻഡിങ് വീല് ചെയ്യും. ഗ്രൈൻഡിങ് വീല് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേപ്പർ വീലിടും. പേപ്പർ വീല് കഴിഞ്ഞ് അത് മിനുസപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു വീലും കൂടി ഉണ്ട്. അപ്പോൾ ആ വീലൊക്കെ പാടിട്ട് കഴിഞ്ഞ് പിന്നെ അത് പുട്ടിയിട്ട് അത് ഫിനിഷ് ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അത് അപ്പോക്സിയാണ്. അപ്പോക്സി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, അത് ഫുള്ളായി പരിപാടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പെയിൻറ്റ് ചെയ്യുക. അത് കാരണം കൊണ്ടാണ് നമുക്ക് ടൈം വരുന്നത്. ചിലപ്പോൾ ഒരു ദിവസം ചെയ്യുന്ന ആളുകളുണ്ടാവും കേട്ടോ, അതെനിക്കറിയില്ല. എന്തായാലും നമ്മളെ വർക്ക് നമുക്ക് 2 ദിവസം വേണം ഇതുപോലെ വർക്ക് ചെയ്യാൻ. അത്യാവശ്യം നേരത്തെ പറഞ്ഞ പോലെ ക്ഷമ ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് നമുക്ക് തീർക്കാനും പറ്റില്ല. അതുപോലെ നിങ്ങൾക്ക് വല്ല വർക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ